ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാൻഡില സ്റ്റഡി സർക്കിൾ. നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ 2024 എയർഫോഴ്സ് ഗ്രൂപ്പ് എക്സും ഗ്രൂപ്പ് വൈയും എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. എങ്ങനെയാണ് എക്സാമിൻ്റെ ഒരു പാറ്റേണും എക്സാമിന് നമ്മൾ എങ്ങനെ ടൈം മാനേജ്മെൻറ്റ് ചെയ്യണം, ഏതൊക്കെ ഭാഗത്ത് നമ്മൾ എങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ്. വളരെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിഫൻസ് ജോലിക്ക് പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ എന്തൊക്കെയാണ് നമ്മൾ ഇന്ത്യൻ എയർഫോഴ്സ് അഗ്നിവീർ വായും ഗ്രൂപ്പ് എക്സ് ആൻഡ് വൈ എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് നോക്കാം. സോ നമുക്കറിയാം, രണ്ട് കാറ്റഗറി ആയിട്ടാണ് എക്സാം നടക്കുന്നത്. അതായത് ഗ്രൂപ്പ് എക്സും ഗ്രൂപ്പ് വൈയും. ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതർ ദാൻ സയൻസ് സബ്ജക്റ്റ്, ഗ്രൂപ്പ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സയൻസ് സബ്ജക്റ്റാണ്. സോ നിങ്ങൾ ചില ആൾക്കാർ ഗ്രൂപ്പ് എക്സിലോട്ടും ഗ്രൂപ്പ് വൈയിലോട്ടും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പം ഗ്രൂപ്പ് എക്സിൽ ഉണ്ടാകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് 20 മാർക്ക്, ഫിസിക്സ് 25 മാർക്ക്, മാത്തമാറ്റിക്സ് 25 മാർക്ക്. അങ്ങനെ ടോട്ടൽ 70 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അതിന് 60 മിനിറ്റ് സമയമാണ് ഉണ്ടാവുക. ഗ്രൂപ്പ് വൈക്ക് 45 മിനിറ്റിൻ്റെ എക്സാം, അതിൽ 2 പേപ്പറാണ് ഉണ്ടാവുക. ഒന്ന് ഇംഗ്ലീഷ് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. രാഗ റീസണിങ് ആൻഡ് ജനറൽ അവയർനെസ്, അതിൽ 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അങ്ങനെ ടോട്ടൽ 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. ഇനി എക്സും വൈയും അപ്ലൈ ചെയ്തവർക്ക് ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അതിൽ 85 മിനിറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം എക്സും വൈയും അപ്ലൈ ചെയ്തവർക്ക് ഉണ്ടാവുന്ന പേപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷും ഫിസിക്സും മാത്തമാറ്റിക്സും കൂടാതെ രാഗയും ഉണ്ടാവും, റീസണിങ് ആൻഡ് ജനറൽ അവയർനെസ്. അപ്പം നമ്മൾ എങ്ങനെ ഒരു ടൈം മാനേജ്മെൻറ്റ്, എങ്ങനെ നമുക്കൊരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ജസ്റ്റ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം, ഇതിന് നെഗറ്റീവ് മാർക്ക് ഉണ്ട്. നമുക്ക് അറിയാത്ത പോയി കുത്താൻ നിൽക്കണ്ട. നെഗറ്റീവ് മാർക്ക് ഉണ്ട്. 0.25 ആണ് ഓരോ തെറ്റുത്തരത്തിനും നമ്മളെ മാർക്കിൽ നിന്നും കുറയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഗ്രൂപ്പ് എക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 20 മാർക്കിന് ഇംഗ്ലീഷ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇംഗ്ലീഷിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. കൂടുതലും നമ്മൾ ക്വസ്റ്റ്യൻസ്, പഴയ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ കൂടുതൽ വർക്കൗട്ട് ചെയ്യുക. ദെൻ ഫിസിക്സും മാത്തമാറ്റിക്സും നിങ്ങൾ +2 ലെവലിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്. മാത്തമാറ്റിക്സ് ഒന്നുകൂടിയും ഒരു ടഫ് സ്റ്റേജ് ആയിരിക്കും. നമ്മൾ ആർമിയുടെ എക്സാമിനെ പോലെ ഒന്നല്ല മാത്തമാറ്റിക്സ് ഇവിടെ എയർഫോഴ്സിൻ്റെ എക്സാമിന് ചോദിക്കുക. കുറച്ചുകൂടിയും സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് ചോദിക്കും. അപ്പം ഫിസിക്സും മാത്തമാറ്റിക്സും കൂടുതൽ നമ്മൾ ചെയ്ത് പഠിക്കാണ് വേണ്ടത്. നമ്മൾ +2 പഠിക്കുന്ന പോലെ തന്നെ ക്വസ്റ്റ്യൻസ് മാക്സിമം നമ്മൾ കാണാപ്പാഠം പഠിക്കുകയല്ല, കൂടുതൽ നമ്മൾ എഴുതി പഠിക്കുക. ക്വസ്റ്റ്യൻസ് എഴുതി പഠിക്കുക. 1 വേർഡൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം. എന്നിരുന്നാലും പ്രോബ്ലമാറ്റിക് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയാൽ തന്നെ അറിയാം, കുറേ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ആണ് ഫിസിക്സിൽ കൂടുതൽ വന്നിട്ടുള്ളത്. സോ അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, കൂടുതലായിട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ ടഫായിട്ട് തോന്നുന്നത് അതിന് കൂടുതൽ സമയം എടുത്ത് നിങ്ങൾ പഠിക്കണം. ഇപ്പം ഫസ്റ്റായിട്ട് എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും പഴയ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ഇപ്പോൾ നിങ്ങളൊരു ഗൈഡ് വാങ്ങണം. ഓൾറെഡി എല്ലാവർക്കും ഗൈഡ് ഉണ്ടാവും. ഗൈഡിലെ ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ വൈസ് പഠിക്കുക, അതിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. പിന്നെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നോക്കുക. അപ്പം ഏതാണ് നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്നത് അതിന് കൂടുതൽ സമയം എടുത്തിട്ട് നിങ്ങൾ പഠിക്കുക. നമ്മൾ എല്ലാ ഭാഗവും നമ്മൾ ഒരുപോലെ പഠിക്കണം. അതായത് നമ്മൾ ഇംഗ്ലീഷ് ഒഴിച്ചു വിട്ടിട്ട് നമ്മൾ പാസ്സാവാൻ ഫിസിക്സും മാത്തമാറ്റിക്സും മാത്രം പഠിച്ചാൽ മതി, ആ ഒരു മൈൻഡിൽ നമ്മൾ നിൽക്കരുത്. എല്ലാ ഭാഗവും നമ്മൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ നമ്മൾ പഠിക്കണം. സെക്ഷൻ വൈസ് നമ്മൾ മാർക്ക് സ്കോർ ചെയ്യണം. നെക്സ്റ്റ് ഗ്രൂപ്പ് വൈക്ക് നമുക്കറിയാം ഇംഗ്ലീഷും രാഗയാണുള്ളത്. രാഗ എന്ന് പറഞ്ഞാൽ റീസണിങ് ആൻഡ് ജനറൽ അവയർനെസ്. ഇപ്പോൾ ഈ റീസണിങ്ങിൽ നമുക്കറിയാം പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അതിന് കൂടെ തന്നെ മാത്തമാറ്റിക്സ്, അതായത് 10th ബേസിൽ മാത്തമാറ്റിക്സ് ആണ് പറയുന്നതെങ്കിലും ട്രിഗണോമെട്രി ഒക്കെ നമ്മൾ രാഗയിൽ ക്വസ്റ്റ്യൻ നമ്മൾ കാണുന്നതാണ്. ട്രിഗണോമെട്രി ഒക്കെ നിങ്ങൾ കേരള സിലബസ് പ്രകാരം നമ്മൾ കുറഞ്ഞ ഭാഗമേ പഠിക്കുന്നുള്ളൂ. എന്നിരുന്നാലും നമ്മുടെ എയർഫോഴ്സിൻ്റെ എക്സാം ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ CBSE NCERTൻ്റെ സിലബസ് വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഇടുന്നത്. അപ്പം ട്രിഗണോമെട്രി ഒക്കെ അതിൽ കോമൺ ആയിട്ട് ചോദിക്കുന്ന സംഗതികളാണ്. അപ്പോൾ നമ്മൾ ട്രിഗണോമെട്രി ഒക്കെ എന്തായാലും 1-2 ക്വസ്റ്റ്യൻസ് രാഗയിൽ നമ്മൾ എല്ലാ പേപ്പറിലും കാണുന്നതാണ്. അപ്പോൾ ട്രിഗണോമെട്രി ഒക്കെ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. നമ്മൾ ഓൾറെഡി അതിൻ്റെ ബേസിക് ക്ലാസ്സുകളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു ഭാഗത്ത് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം റീസണിങ് ആൻഡ് ജനറൽ അവയർനെസ്സിൽ. ഈ ജനറൽ അവയർനെസ്സിൽ ഒരു 8 to 10 ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ചോദിക്കുക. ഒരു 2, 3, 4 ക്വസ്റ്റ്യൻ വരെ പിന്നെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. ബാക്കിയാണ് നമ്മുടെ GK യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. സോ നിങ്ങൾ ഇംഗ്ലീഷിന് കൂടുതൽ പിന്നെ പ്രാധാന്യം കൊടുക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ 50ൽ 20 മാർക്കും വരുന്നത് ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് പഠിക്കുക. ഇംഗ്ലീഷിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ റെഫർ ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുക.
പിന്നെ നമ്മുടെ എക്സും വൈയും അപ്ലൈ ചെയ്തവരുണ്ട്. അതായത് ഗ്രൂപ്പ് വൈൻ്റെ എക്സാം എഴുതണം, ഗ്രൂപ്പ് എക്സിൻ്റെ എക്സാം എഴുതണം. രണ്ടും ഒരു ദിവസം തന്നെയാണ് എക്സാം ഉണ്ടാവുക. അപ്പം നിങ്ങൾ ഈ ഒരു കാര്യം കൂടെ രാഗയും കൂടെ കൂടുതൽ എഫേർട്ട് എടുത്ത് പഠിക്കണം. അപ്പം ഇനി ഒരു മാസത്തിൽ കൂടുതൽ സമയമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുക. പഴയ ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചാപ്റ്റർ വൈസ് ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള ഭാഗം ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടുള്ള ഭാഗം കൂടുതൽ പഠിക്കുക. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാൽ അറിയാം ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരുന്നത്. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ തന്നെ നമുക്ക് കുറേ ഐഡിയ കിട്ടും. അപ്പം ആ ഒരു ടൈപ്പ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. വെറും നമ്മൾ സാധാരണ എക്സാമിന് പഠിക്കുന്ന പോലെ തന്നെ പ്ലസ് ടുവിൻ്റെ എക്സാമിന് പഠിക്കുന്ന പോലെ തന്നെ പഠിച്ചിട്ട് കാര്യമല്ല. നമ്മൾ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ അറിയാം. നമ്മൾ കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഗ്രൂപ്പ് എക്സാർക്ക് നമ്മൾ ഓൾറെഡി നമ്മുടെ പ്ലേലിസ്റ്റിൽ നേവിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേവിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്തമാറ്റിക്സും നേവിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ സയൻസ് നിങ്ങൾക്ക് പഠിക്കാം. അതിൽ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ട്. പിന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ജി ഡിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്തമാറ്റിക്സും ജി ഡിയിലെ ഫിസിക്സും അതും ഇതേ സിലബസ് തന്നെയാണ് വരുന്നത്. പിന്നെ ഗ്രൂപ്പ് വൈക്കാർക്ക് ആർമിയുടെ കുറേ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആർമിയിലെ ജനറൽ നോളജ്, ആർമിയിലെ മാത്തമാറ്റിക്സ്, അത്തരം ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് മറ്റ് പ്ലേലിസ്റ്റിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പോൾ നിങ്ങൾ ഓർക്കുക നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അപ്പോൾ നല്ലോണം നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് ഇനി ഒരു മാസത്തിൽ കൂടുതൽ സമയമുണ്ട്. ഇന്ന് മുതൽ ഒരു മാസത്തിലേറെ സമയമുണ്ട്. സോ അവസാനം വെച്ച് പഠിക്കാണ്ട് നമുക്കൊരു ലക്ഷ്യം നമുക്ക് സാക്ഷാത്കരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൂടുതൽ എഫേർട്ട് എടുത്ത് പഠിക്കുക തന്നെ വേണം. സോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ പറ്റുന്ന പോലെ നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അഡ്മിറ്റ് കാർഡ് വരുന്നത് എക്സാമിൻ്റെ 3 ദിവസം മുന്നാണ്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഒക്ടോബർ 18 എക്സാം തുടങ്ങുന്നത്. അപ്പം ഒക്ടോബർ 18 ഉള്ളവരുടെ ഹോൾ ടിക്കറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 15 മുതൽ അവൈലബിൾ ആയിരിക്കും. അത് മെയിലായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുമൊന്നുമില്ല. നിങ്ങളുടെ ലോഗിൻ ഐ ഡി ഉപയോഗിച്ചിട്ട് വെബ്സൈറ്റിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കണം. പിന്നെ ഹോൾ ടിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുതിയ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതായത് ഹോൾ ടിക്കറ്റ് വന്നതിന് ശേഷം ഡ്രസ് കോഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി നിലവിൽ എങ്ങനെയാണ് എക്സാമിന് പോകേണ്ട കാര്യങ്ങൾ, ഡ്രസ് കോഡും തുടങ്ങിയ കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. സോ ഇത്രയാണ് കാര്യങ്ങൾ. നിങ്ങൾ നല്ല രീതിയിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. സോ വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.